എടാ ഇതൊന്നും എനിക്ക് വേണ്ടി പറയുന്നതല്ല. എടാ ഞാൻ ഇനി എത്ര കാലം ഉണ്ടാവും? എനിക്കിനി സ്വത്തിന്റെയും പണത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ ഞാൻ എന്റെ മക്കളെ ഇത്രയും വരെ എത്തിച്ചല്ലോ. അല്ല, അവരാണ് എന്റെ സ്വത്തെന്ന് ഞാൻ ഇതുവരെ അഹങ്കരിച്ചിരുന്നു. ഇപ്പൊ അതും അല്ലെന്ന് മനസ്സിലായി. മക്കള് വളരുന്നതും കിളികൾക്ക് ചെറുവ് മുളയ്ക്കുന്നതും ഒരുപോലെയാ. പറക്കാൻ പ്രാപ്തിയായ ആരും ആരെയും പിടിച്ചു വെക്കരുതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിർത്തി ഇന്ദ്ര, ഞാനതൊക്കെ നിർത്തി. ഇനി നിങ്ങൾ തരുന്ന വല്ല കഞ്ഞിയും വെള്ളവും കുടിച്ച് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം. ഏട്ടാ, അമ്മ ഇങ്ങനെയൊക്കെ പറയും, അതിലൊന്നും വീഴരുത്. വീണ വീണ്ടും ഏട്ടൻ അമ്മയുടെ ദാസനായി തീരും. എടാ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മയല്ലേ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മക്കള് നൽകുന്ന കഞ്ഞിവെള്ളം കുടിക്കാന്ന് പറയുന്ന ആള് ദാ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പുറത്തു പോവോ? എന്റെ ഏട്ടാ, അമ്മ ഇപ്പൊ പോകുന്നത് പോലും ഏട്ടനെ ഏടത്തെയും തകർക്കാനുള്ള പുതിയ വഴി അന്വേഷിച്ചായിരിക്കും. അതെന്നും ഏട്ടന്റെ മനസ്സിലുണ്ടാവണം.